വെൽക്കം ഓൾ ഓഫ് യു. ഇൻകം ടാക്സിൻ്റെ റിവിഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സിലെ വിവിധ ഫോർമാറ്റുകളാണ്. അതായത് 5 ഹെഡാണല്ലോ ഇപ്പോൾ നമ്മൾ ടാക്സിലുള്ളത്: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. അപ്പോൾ ഈ 5ൻ്റെയും കണക്ക് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഏകദേശം നമുക്ക് ഏത് കണക്ക് വന്നാലും ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് ഒരു ഓർഡറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ഫോർമാറ്റായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്നാമത് സാലറി. അപ്പോൾ ഇൻകം ടാക്സിലെ 5 ഹെഡിൽ മെജോറിറ്റി ഭാഗം കൈകാര്യം ചെയ്യിക്കുന്നത് സാലറിയാണ്. ഒരു 50% സാലറി എന്ന് പറയുന്ന ഹെഡാണ്. സെക്ഷൻ 15 to 17 ആണ് സാലറി എന്ന് പറയുന്ന ഹെഡ്. അപ്പോൾ എന്താണ് സാലറിയുടെ ഹെഡിൻ്റെ ഒരു ഫോർമാറ്റാണിത്. അപ്പോൾ നമ്മളതിൽ എന്തൊക്കെയാണ് ബേസിക് സാലറി. ഈ ബേസിക് സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ സാലറി, വേജസ്, കമ്മീഷൻ, ബോണസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ്. അതുപോലെ അലവൻസിൽ തന്നെ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഉണ്ട്, ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടുള്ള അലവൻസ് ഉണ്ട്, പിന്നെ പാർഷ്യലി ആയിട്ടുള്ള ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഉണ്ട്. അപ്പോൾ ഈ അലവൻസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ എസ് ഒക്കെ ചോദിക്കാം. ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് എക്സാമ്പിൾ എഴുതുക, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, അതായത് മൊത്തമായിട്ട് എന്താണ് അത്തരം അലവൻസ് നമ്മളവിടെ എടുക്കാതെ എക്സംപ്റ്റഡ് എന്ന് എഴുതും. ഇപ്പോൾ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ജഡ്ജസിനൊക്കെ കൊടുക്കുന്ന HRA, ഹൗസ് റെൻ്റ് അലവൻസ് ഒക്കെ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതുപോലെ ഫുള്ളി ടാക്സബിൾ, മുഴുവനായിട്ട് എടുക്കേണ്ടത് ഡിയർനെസ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അല്ലേ, ഇത്തരത്തിലുള്ള സർവൻ്റ് അലവൻസ്, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പാർഷ്യലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസാണ് HRA ഒക്കെ വരുന്നത്. ഓക്കെ. ദെൻ മറ്റൊന്ന് പെർക്യൂസിസും അലവൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷായിട്ടാണ് കൊടുക്കുക, എംപ്ലോയിക്ക് ക്യാഷായിട്ട് കൊടുക്കുകയാണ്. പെർക്യൂസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയിക്ക് എന്താണ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് എംപ്ലോയറുടെ കയ്യിലുള്ള ഒരു കാറ് എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അത് പെർക്യൂസിറ്റാണ്. അങ്ങനെയാണ് നമ്മൾ പെർക്യൂസിറ്റ് വാല്യൂ ഓഫ് കാറൊക്കെ വരുന്നത്. പിന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, വാടകരഹിത താമസ സൗകര്യം എംപ്ലോയിക്ക് ചെയ്തു കൊടുക്കുക, അതൊക്കെ എന്താണ് പെർക്യൂസിസ് എന്നാണ് പറയുക. അപ്പോൾ ക്യാഷായിട്ട് കൊടുക്കുന്നതൊക്കെ അലവൻസ് എന്നും ക്യാഷ് അല്ലാതെ സൗകര്യങ്ങളായിട്ട് നൽകുന്നതിനൊക്കെ പെർക്യൂസിസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്, ടാക്സബിൾ പെർക്യൂസിസ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ദെൻ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. എംപ്ലോയി എന്താണ് സാലറിക്ക് പുറമെ, റെഗുലർ സാലറിക്ക് പുറമെ വേറെ വല്ല സംഭവങ്ങളും ഇയാൾ റിസീവ് ചെയ്യുന്നുണ്ടാവാം. അതാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അതിൽ പറയുന്നത് ടെർമിനൽ കോമ്പൻസേഷൻ, ഇപ്പോൾ കീമാൻ ഇൻഷുറൻസ് പോളിസി, എമൗണ്ട് റിസീവ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്ന സംഭവങ്ങളാണ് വരിക. ദെൻ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. എംപ്ലോയി ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നാലും അദ്ദേഹത്തിന് ചില സംഭവങ്ങളൊക്കെ കിട്ടും, ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ഗ്രാറ്റുവിറ്റി, പെൻഷൻ, അല്ലേ, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അടങ്ങിയതാണ് സാലറി എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ എന്താണ് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ടർ കോളത്തേക്ക് ഇടും. ഇനി ഇതൊക്കെ പാടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. ഈ ഗ്രോസ് സാലറിയിൽ നിന്നും പരമാവധി 3 ഡിഡക്ഷൻ വരെ വരാം. ആ ഡിഡക്ഷനൊക്കെ പറയുന്നത് അണ്ടർ സെക്ഷൻ 15 ആണ്. അപ്പോൾ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഡക്ഷൻ ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ഒബ്ജക്റ്റീവൊക്കെ ചോദിക്കുകയാണെങ്കിൽ അണ്ടർ സെക്ഷൻ 16 ആണ്. ഓക്കെ. അപ്പോൾ ഈ 16ൽ ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അത് എല്ലാവർക്കും കിട്ടും. പ്രൈവറ്റ് എംപ്ലോയിയോ ഗവൺമെൻറ് എംപ്ലോയിയോ എന്നുള്ള കണക്കൊന്നുമില്ല. മാക്സിമം 50,000 നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ 2 ലക്ഷമാണെന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കുറയ്ക്കാം, 50,000 കുറച്ച് ബാക്കി 1.5 ലക്ഷം ഉണ്ടാവുള്ളൂ, അല്ലേ. അപ്പോൾ ഏത് കണക്ക് വരുവാണെങ്കിൽ നമുക്ക് മാക്സിമം എത്ര കുറയ്ക്കാം, 50,000 കുറയ്ക്കാം. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അത് നമുക്ക് മാക്സിമം ഒരു വർഷം 5,000 വരെ കുറയ്ക്കാം. പക്ഷേ അത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എന്നൊക്കെ പറയുന്ന സാധനം കിട്ടിയെങ്കിൽ അതൊക്കെ ഇവിടെ വരും. എത്ര കിട്ടി അതേപോലെ ഇവിടെ എഴുതും, നമ്മൾ ഔട്ടർ കോളത്തേക്ക് എഴുതും. പിന്നെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രം ഇവിടെ ഒരു 5,000 നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കാൻ വേണ്ടി ഇടും. ഓക്കെ. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതുപോലെ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ, ചിലപ്പോൾ എംപ്ലോയിയും ആവാം. അപ്പോൾ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ടാക്സ് നമ്മുടെ എംപ്ലോയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആണല്ലോ. അപ്പോൾ അത് ഇവിടെയും വരും, ഒപ്പം ഇവിടെ നിന്ന് കുറയ്ക്കുകയും ചെയ്യാം. 2 ഭാഗത്ത് കാണിക്കണം എന്നർത്ഥം. ഓക്കെ, ബെനിഫിറ്റായിട്ട് ഇവിടെ വരും. പിന്നെ നമുക്ക്
പ്രൊഫഷണൽ ടാക്സ് എന്നുള്ള രീതിയിൽ കുറയ്ക്കാം. നേരെ മറിച്ച് പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി, നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രൊഫഷണൽ ടാക്സ് അടച്ചതെങ്കിൽ അത് ഇവിടെ വരില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കുറയ്ക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൊഫഷണൽ ടാക്സിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ടാക്സബിൾ സാലറി. അപ്പോൾ ഈ ഒരു ചാർട്ട് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് സാലറി എന്നൊരു കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പകുതിയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അലവൻസ്. ഇതൊരു തവണ എസ്സേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലവൻസിനെ കുറിച്ച് എഴുതാൻ. അപ്പോൾ ഇതിൽ നമ്മൾ 3 തരത്തിലുള്ള അലവൻസ് വരാം എന്ന് പറഞ്ഞു. ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ്, പാർട്ടിലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ്, പിന്നെ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊരു ഫോർമാറ്റിൽ കൊടുത്തു എന്നുള്ളൂ, ഒന്ന് മനസ്സിലാക്കിയിടുന്നത് നല്ലതാണ്. ഫുള്ളി ടാക്സബിൾ എന്ന് പറയുന്നതിൽ ഇതൊക്കെ വരും: DA, പിന്നെ ഇൻ്ററിംഗ് റിലീഫ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, പ്രൊജക്റ്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവൻ്റ് അലവൻസ്, പ്രോക്ടർ ഓർ വാർഡർഷിപ്പ് അലവൻസ്, ഡെപ്യൂട്ടേഷൻ അലവൻസ്, പിന്നെ ഓവർ ടൈം അലവൻസ്, മാരേജ് അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്, ഫാമിലി അലവൻസ്, ദെൻ ലഞ്ച്, ഡിന്നർ, റിഫ്രഷ്മെൻറ്റ് അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, ഹോളിഡേ ട്രിപ്പ് അലവൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. അത് നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക്, അതായത് പ്രൈവറ്റ് എംപ്ലോയിക്ക്. പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസ്. ഓക്കെ, ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ. അപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഒരു 5 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് ഉണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമ്മളെന്താണ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ആക്ച്വൽ എമൗണ്ട് മൊത്തം നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കണം. ഇതോ ഇവിടെ ഔട്ടർ കോളത്തിലേക്ക് 0 വരിക, അത് എക്സംപ്റ്റഡ് എന്നായിട്ട്. അതാണ് ഫോറിൻ അലവൻസ്. അതുപോലെ തന്നെ എന്താണ് ഫോറിൻ അലവൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഈ നമ്മുടെ എംപ്ലോയീസ് ഉണ്ടാവും പുറത്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത എംപ്ലോയീസ്. ഓക്കെ, ഫോറിൻ അലവൻസ് ഗിവൺ ബൈ ദി ഗവൺമെൻറ് ടു ഇറ്റ്സ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ് എന്നാണ്. അതായത് ഗവൺമെൻറ് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് എംപ്ലോയീസിനെ, അവർക്ക് കൊടുക്കുന്ന അലവൻസ്, ഫോറിൻ അലവൻസ്, അതൊക്കെ എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതുപോലെ എന്താണ് സാങ്ച്വറി അലവൻസ് ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ്. ഓക്കെ, അപ്പോൾ അമിത ചെലവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസാണ് സാങ്ച്വറി അലവൻസാണ് ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ജഡ്ജസിന്. അതുപോലെ അവർക്ക് കൊടുക്കുന്ന HRA അതൊക്കെ ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ UNO, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ, അലവൻസ് ടു എംപ്ലോയീസ് ഓഫ് UNO അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ പെർ ഡിയം അലവൻസ് എന്ന് പറഞ്ഞ അലവൻസ് ഉണ്ട്. ഓക്കെ, പെർ ഡിയം അലവൻസ് പറഞ്ഞാൽ ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് പേരുകൾ പഠിച്ചേക്കുക. ഇതൊക്കെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ദെൻ പാർട്ടിലി ടാക്സബിൾ അലവൻസ് ഉണ്ട്. പാർട്ടിലി ടാക്സബിൾ അലവൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് HRA, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒക്കെ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ തന്നെ എന്താണ് നമുക്ക് എന്താണ് ഈ 1014(1) സെക്ഷൻ 1014(1) അതുപോലെ 1014(2) ഈ 2 സംഭവങ്ങൾ സ്പെഷ്യൽ അലവൻസ് ആണ് ഇതിൽ വരുന്നത്, 1014(1) വരുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കിട്ടിയ അലവൻസൊക്കെ നമുക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സേവിങ്ങിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇപ്പോൾ ഹെൽപ്പർ അലവൻസ്, യൂണിഫോം അലവൻസ്, ഡെയിലി അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, അക്കാഡമിക് അലവൻസ്, കൺവെയൻസ് അലവൻസ് ഒക്കെ. ഇപ്പോൾ യൂണിഫോം അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു 2000 രൂപ എന്തിന്, അപ്പോൾ നിങ്ങൾ 1500 രൂപയ്ക്ക് എന്താണ് പരിപാടിയൊക്കെ തരുന്നു. അങ്ങനെയാണെങ്കിൽ 500 രൂപ നിങ്ങൾ സേവ് ചെയ്തു, അപ്പോൾ ആ സേവിങ് എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം. അതാണ് ടാക്സബിൾ ടു സേവിങ് എമൗണ്ട് എന്നാണ് ഇതിനൊക്കെ വരിക. ഓക്കെ, എന്നാൽ നമ്മൾ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സംഭവങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട് എംപ്ലോയർ. അതാണ് സ്പെഷ്യൽ അലവൻസ് സെക്ഷൻ 10 സബ്സെക്ഷൻ 14(2) വരുന്നത്. അതിൽ വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇത് വരുന്നത്. ഇത് പ്രധാനപ്പെട്ടാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, അതുപോലെ ഹോസ്റ്റൽ അലവൻസ്. എഡ്യൂക്കേഷൻ അലവൻസ് പറഞ്ഞാൽ 100 രൂപ നമുക്ക് പ്രതിമാസം കിട്ടുക, പരമാവധി 2 കുട്ടിയൊക്കെ കിട്ടുള്ളൂ. അതുപോലെ ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ 300 രൂപ പരമാവധി 2 കുട്ടികൾക്ക്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ നമ്മളൊരു തവണ നമ്മളെന്താണ് അലവൻസിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് പോയതാണ്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് സാലറി എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് വരുന്ന അലവൻസിൽ വരുന്ന ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളിനി കൂടുതൽ വിസ്തരിച്ച് പോകുന്നില്ല, റിവിഷൻ ആയതുകൊണ്ട് തന്നെ. സോ ഇനി ഇതിൽ പെർക്യൂസിസ് എന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പെർക്വിസിറ്റിൻ്റെ എന്താണ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്, ടാക്സബിൾ ഇൻ ദി കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്, പിന്നെ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് എന്ന സംഭവം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ധാരാളം തിയറിയൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ട് സംഭവങ്ങളൊക്കെ. ഓക്കെ, സോ സാലറിയാണ് പ്രധാനപ്പെട്ട അലവൻസ് എന്ന് പറയുന്നൊരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഒന്ന്. എസ്സേക്കൊക്കെ സാധാരണ ചോദിച്ചു വരുന്നൊരു ഭാഗം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് റീഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.